ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 3, 22 വാരം ചൊവ്വ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4 അധ്യായം 31 മുതൽ 37 വരെ വാക്യങ്ങൾ. കഫർനാം എന്നത് ഗലീലി തടാകത്തിന് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 686 അടി താഴെ. വ്യാപാരത്തിൻ്റെയും ചുങ്കം പിരിക്കുന്നതിൻ്റെയും ഓഫീസുകൾ അവിടെയുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന വലിയ സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അക്കാലത്ത് ഈ പട്ടണത്തിൽ 15,000 ആളുകൾ ജീവിച്ചിരുന്നു എന്ന് ഊഹിക്കുന്നു. പട്ടണം എന്നാണ് ലൂക്ക പല സ്ഥലങ്ങളെയും വിശേഷിപ്പിക്കുന്നത്. നസ്രത്ത് എന്ന പട്ടണം, മലമ്പ്രദേശത്തുള്ള പട്ടണം, ഇവിടെ കഫർനാം എന്ന പട്ടണം. സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ കേന്ദ്രങ്ങൾക്ക് ലൂക്ക കൊടുക്കുന്ന വിശേഷണമാണ് പട്ടണം. യേശുവിൻ്റെ പതിവുകളിൽ ഒന്നാണ് സിനഗോഗുകളിൽ എന്നും പോയി വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത്. ഇന്നലത്തെ സുവിശേഷത്തിൽ നസ്രത്തിലെ സിനഗോഗിലെ സംഭവമാണ് ധ്യാനിച്ചത്. ഇന്നത്തെ സുവിശേഷം കഫർനാമിലെ സിനഗോഗിൽ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം. അവിടെ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അധികാരത്തോട് കൂടിയായിരുന്നു അവൻ്റെ വചനമെന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ വചനം എന്ന് പറയുന്നത് യേശുവിൻ്റെ വാക്കുകൾ മാത്രമല്ല, പ്രബോധനവുമാണ്. പ്രബോധനം അവതരിപ്പിച്ച വാക്കുകളും അധികാരത്തോട് കൂടിയായിരുന്നു. ബാധ ഒഴിപ്പിക്കുന്നത് പോലെയുള്ള അധികാരമുണ്ടായിരുന്നു യേശുവിൻ്റെ വാക്കുകൾക്ക്. സിനഗോഗിൽ ദുഷ്ടാരൂപി ബാധിച്ച ഒരുവനെ യേശു കണ്ടുമുട്ടുന്നു. ശുദ്ധിയെക്കുറിച്ചുള്ള 3 സംഗതികൾ ഇവിടെ നാരോ ശലാഖയോ പോലെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. വിശുദ്ധ ദിനമാണ് സാബത്ത്. എന്നാൽ അവിടെ അശുദ്ധാരൂപി ബാധിച്ച ഒരുവൻ. ദൈവത്തിൻ്റെ പരിശുദ്ധൻ അവിടെ സന്നിഹിതനാണ്. അശുദ്ധാരൂപി ബാധിച്ചവനെ യേശു സാധാരണ ദിവസത്തിൽ നിന്ന് വിശുദ്ധ ദിനത്തെ വേർതിരിക്കുന്ന സാബത്തിൽ ശുദ്ധനാക്കുന്നു. കാരണം ദൈവവുമായുള്ള ബന്ധമായ പരിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ് യേശു. വേറൊരു വീക്ഷണത്തിൽ ദൈവാരാധനയ്ക്ക് അയാളെ അയോഗ്യനാക്കുന്നു ആ അശുദ്ധാത്മാവ്. പ്രാർത്ഥനാ ശുശ്രൂഷയുടെ സ്ഥലമാണ് സിനഗോഗ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടസ്സപ്പെടുത്തുകയാണ് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം. യേശു അതിനെ തടയിടുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലും നടപടി ഗ്രന്ഥത്തിലുമുള്ള നിരവധി ഭൂതോച്ചാടനങ്ങളിൽ ആദ്യത്തേതാണ് ഇത്. സൃഷ്ടിയെ അപകടപ്പെടുത്തുന്ന ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുക. അതാണ് ബാധയൊഴിപ്പിക്കലിൻ്റെ ദൈവശാസ്ത്രം. ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്ന് യേശു വ്യക്തമാക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തതിൻ്റെ തെളിവുമാണ് ഇത്. തിന്മയുടെ ശക്തിയാൽ പീഡിപ്പിക്കപ്പെടുന്നവരെ അതിൽ നിന്ന് വിടുതൽ കൊടുക്കുക. അതാണ് ദിവ്യരാജ്യത്തിൻ്റെ സ്വഭാവം. സ്നേഹമുള്ളവരെ, അനുദിനം നാം സുവിശേഷം വായിക്കുകയും ദൈവവചനം കേൾക്കുകയും ദിവ്യവേലിയിൽ എല്ലാം പങ്കുകൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ ആ വചനങ്ങൾ തൊടാതെ പോകുന്നത്? പിശാച് ബാധിതനും പ്രാർത്ഥനയിൽ സന്നിഹിതനായിരുന്നു. അവനെ സ്പർശിക്കാതെ, അവനെ സുഖപ്പെടുത്താതെ പോയത് എന്തുകൊണ്ടാണ്? ദൈവാരൂപിയിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ ദൈവവചനം സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുകയുള്ളൂ. ഇന്നീ ദിനം നമുക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവകൃപയാൽ നിറയുവാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.